കാസർഗോഡ് കലാസ്നേഹികളെ സാക്ഷിയാക്കി ജനകീയ നാടകങ്ങൾ അരങ്ങിലെത്തി. നാടകം അന്യം നിന്നു പോകുന്നുവെന്ന ഭയപ്പാടുകൾക്ക് നടുവിലായിരുന്നു നാടകങ്ങളുടെ അരങ്ങേറ്റം. ദൃശ്യമാധ്യമങ്ങളുടെ അധിനിവേശത്തിൽ ഇടയ്ക്കെപ്പോഴോ തളർന്നുപോയ നാടകവേദി ശക്തമായ തിരിച്ചുവരവിന്റെ പാതയിലാണ്. ടെലിവിഷനിലെ കോമഡി താരങ്ങളും റിയാലിറ്റി ഷോയിലെ പാട്ടുകാരും വേദികളെല്ലാം സ്വന്തമാക്കിയപ്പോൾ വിരലിലെണ്ണാവുന്ന കാഴ്ചക്കാർക്ക് മുന്നിൽ നാടകങ്ങൾ കളിച്ചു തീർക്കേണ്ട അവസ്ഥയും ഒരു ഘട്ടത്തിൽ നാടക കലാകാരന്മാർക്ക് വന്നുചേർന്നു. പ്രതിസന്ധികൾക്കിടയിലും അനിവാര്യമായൊരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് ആ കലാരൂപത്തെ നെഞ്ചോട് ചേർത്ത് വെച്ച കലാകാരന്മാർ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ടെലിവിഷൻ ഭ്രമത്തിനും സീരിയൽ പ്രളയത്തിനുമിടയിൽ നാടകങ്ങളെ വിട്ട പലരും അതിലേക്ക് ചേക്കേറിയപ്പോൾ നാടകത്തിന്റെ നല്ല കാലം സ്വപ്നം കണ്ട അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയായിരുന്നു ഒരുപാട് നല്ല കലാകാരന്മാർ. നാടകങ്ങൾക്കിപ്പോൾ സുവർണകാലമാണ്. നാടകോത്സവങ്ങളും മത്സരങ്ങളുമൊക്കെയായി പ്രതാപകാലം നാടകങ്ങൾക്ക് തിരിച്ചു ലഭിച്ചിരിക്കുന്നു. വടക്കൻ കേരളത്തിൽ നിന്നും ലഭിക്കുന്ന സ്നേഹമാണ് നാടകങ്ങളുമായി യാത്ര തുടരാൻ പ്രധാന പ്രചോദനമെന്നും തിരുവനന്തപുരം സംഘകേളിയുടെ പ്രവർത്തകർ പറയുന്നു. മനുഷ്യനുള്ളിടത്തോളം നാടകകല നിലനിൽക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പിന്നെ അതിൻ്റെ ഒരു ഏറ്റക്കുറച്ചിൽ വരും. അത് പല കലാരൂപങ്ങൾ കടന്നു വരുന്ന സമയത്ത് അതിന് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. എന്നല്ലാതെ നാടകം എപ്പോഴും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന നാടകം തന്നെയാണ്. അത് കൂടുതൽ നമ്മുടെ ഈ മലബാർ മേഖലയിലാണ്. ഞങ്ങളുടെ ഒരു അനുഭവം അതാണ്. കാസർഗോഡ് ജില്ലയിലെ മാണിയാട്ടും കാലിക്കടവിലും നാടകോത്സവങ്ങൾ ഇതിനോടകം തന്നെ നടന്നു കഴിഞ്ഞു. ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് ഇവിടങ്ങളിൽ നാടകങ്ങൾ അരങ്ങിലെത്തിയത്. വിനയൻ പിലിക്കോട്ടിനോടൊപ്പം റിപ്പോർട്ടർ കാസർഗോഡ്.